ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളെ പശുമ്പ ടീംസിന്റെ ബലിതങ്ങളിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം എന്താണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. വരൂ, കമോൺ. നേരം നമുക്ക് നോക്കാം. ഇന്ത്യ മുഴുവൻ വൃത്തികേടല്ല, കേരളം അതിശയിപ്പിച്ചു. കൊച്ചി കണ്ട അമ്പരന്ത് വിദേശ സഞ്ചാരി. കാരണം എന്താ, ഇവിടെ BJP ഭരണത്തിലില്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒക്കെ അവസ്ഥ ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ അല്ലേ. ഇവിടെ മറ്റേ ഡെവലപ്മെന്റ്, ഈ റോബിൻ രാധാകൃഷ്ണനൊക്കെ പറയുന്ന ഡെവലപ്മെന്റ്സ് അവിടോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കിടീലമായിട്ട് കാണാൻ പറ്റും. മാറ്റങ്ങൾ അനിവാര്യമാണ്. പിന്നെ RSSന് അമേരിക്കയിൽ നിരോധനം, RSSനും റോയ്ക്കും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US റിപ്പോർട്ട്. അതെന്നാ പരിപാടിയാടാവുക ട്രംപേ. പക്ഷാപാത നിരീക്ഷണങ്ങളെന്ന് ഇന്ത്യ. നോ, ഇത് ഇന്ത്യ അല്ല പറഞ്ഞത്, ഇത് പശുമ്പ ടീംസ് ആണ് പറഞ്ഞത് പക്ഷാപാതം. എന്റെ പൊന്നടാവേ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ജാഥയായിട്ട് വൈറ്റ് ഹൗസിന്റെ മുന്നോട്ട് പോകണം. എന്നിട്ട് ട്രംപിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ ശക്തിയായിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കണം. വി ആർ സച്ച് എ ഹറാസ്മെന്റ്, വി ആർ സച്ച് ആൻ ഇറിറ്റേഷൻ. ഇങ്ങനെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നിങ്ങൾ ട്രംപിനെ പറഞ്ഞ് പേടിപ്പിക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എടാ ഇതിന്റെ അർത്ഥമൊക്കെ അവർക്ക് അറിയൂലേന്ന്. അത് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ അവരാരും പോയി BJPയിൽ ചേരുവോ? അത്രയും ചിന്തിച്ചാൽ മതി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലകൃഷ്ണൻ ഉണ്ടല്ലോ, ഗുരുവായൂരപ്പൻ നേരിട്ട് വിളിച്ചു എന്നെ രചിക്കണേ എന്ന് പറഞ്ഞേക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ബാലകൃഷ്ണൻ. അപ്പൊ ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ആ ഒരു പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു ഹിന്ദു MLA ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കേസൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ പറഞ്ഞ കാര്യത്തിൽ തന്നെ വീണ്ടും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞതിൽ 100% വീണ്ടും 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 ഉറച്ചു നിൽക്കും. പരാതി കൊടുക്കുന്നവർക്ക് അത് തോന്നലുണ്ട്, അത് കഴമ്പുണ്ടെന്ന്. പരാതി കൊടുക്കട്ടെ, എനിക്കൊരു വിഷയമില്ല. ഞാൻ പറഞ്ഞതിനകത്തുനിന്ന് 1 ഇഞ്ച് ഞാൻ പുറകോട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ. എന്ത് ചെയ്യാം, ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും. ഈ മുതുക്ക് പുണ്ടയൊക്കെ എന്നാ പറയാനാ. പറഞ്ഞതിന് എന്താണ് തെറ്റ്? ഗുരുവായൂരിൽ ഹിന്ദു MLA B ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് രാജീവ് ചന്ദ്രശേഖർ. ഈ രാജീവ് ചന്ദ്രശേഖർ മറ്റേ തുണിയില്ലാത്ത ടീംസിന്റെ മുന്നിൽ പോയിട്ട് ലിംഗേശ്വര സ്വാമികളെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന കുറച്ച് വിശേഷമുണ്ട്. നമുക്ക് അതിലോട്ട് അവസാനം നമുക്ക് വരാം. ഇനി ഇത് കഴിച്ചിട്ട് വേറെ കുറച്ച് സംഭവവികാസങ്ങളോട് ഉണ്ടായിരുന്നു. നമ്മുടെ പരസ്പരം സീരിയലിൽ സൂരജ് ഇല്ലേ, മറ്റേ ബേക്കറി നടത്തിക്കൊണ്ടിരുന്ന ദാറ്റ് മൊണ്ണേഷ് സൂരജ്. ആ മൊണ്ണേഷ് സൂരജിന്റെ റിയൽ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഞാൻ കാണിച്ചു തരാം. പത്രികാ സമർപ്പണത്തിന് സ്റ്റാർട്ട് പറഞ്ഞിറങ്ങിയതാണ് നടൻ വിവേക്. പക്ഷേ ആക്ഷന് ഏറെ സമയം വേണ്ടി വന്നു. സമർപ്പിക്കേണ്ട ചില രേഖകൾ കൈവശമുണ്ടായിരുന്നില്ലെന്ന് കളക്ടറേറ്റിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. 3 മണിക്ക് തന്നെ ഒരു നോമിനേഷൻ സ്വീകരിക്കുകയുള്ളൂ. 3 മണിക്ക് എല്ലാ ഡോക്യുമെന്റ്സും സഹിതം ROയുടെ ക്യാബിനിൽ ഹാജരാകേണ്ടതാണ്. 2:48 ആയിട്ടുണ്ട്. 2:48. സമയം പോയി, സീൻ മാറി. വിവേകിനും ഒപ്പമുണ്ടായിരുന്നവർക്കും ടെൻഷൻ. അവസാനം പത്രികാ സമർപ്പണം അവസാനിക്കാൻ 10 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ രേഖകളെത്തി. 2:50 റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിലേക്ക്. ഒടുവിൽ ആശങ്കകൾക്ക് കട്ട് പറഞ്ഞ് വിവേക്. ഇവിടെ വന്നപ്പോഴാണ് 2-3 ഫോട്ടോസ്റ്റാറ്റ് മിസ്സിംഗ് ആയെന്നുള്ളത്. അപ്പോൾ അത് എടുക്കാൻ പോയ സമയത്ത് ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം ഒന്നിലോട്ട് പുറത്ത് പോയി എടുക്കേണ്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ലേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് കൃത്യസമയത്തിന് നടന്നു എന്നുള്ളത് ദൈവഭാഗ്യം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിനാൽ ആവശ്യത്തിന് സമയം ലഭിച്ചിരുന്നില്ലെന്നാണ് വിവേക് പറയുന്നത്. പ്രചരണത്തിന് വൈകാതെ വിവേക് സജീവമാകും. മീഡിയ 1. സാരമില്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവർക്ക് ഇത് ഇവരുടെ ഡേ ടു ഡേ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, അറ്റ്ലീസ്റ്റ് വോട്ടർ ലിസ്റ്റിലെങ്കിലും പേരുണ്ടല്ലോ. ആ കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കുക കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മാരാർജിയിലോട്ട് പോവാ. ഇല്ലാതെ നമുക്കൊരു ഫലിതം ഉണ്ടോ സുഹൃത്തുക്കളെ? പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. ഉല്ലാസ് പന്തളത്തിന് 10,000 രൂപ നൽകി സഹായിച്ചു. പക്ഷേ വിളിച്ചു പറയുന്ന ആളല്ല ഞാനെന്ന് അഖിൽ മാരാർ. പിന്നെ അല്ല, ഇത് മാരാർജി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ്. ഉല്ലാസ് പന്തളത്തിന് 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ആരുടെ അടുത്ത് ഞാൻ പറയല്ലെന്ന്. സത്യമായിട്ട് ഉള്ള കാര്യം, നമ്മുടെ അങ്ങനെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കും സംഭവത്തെ പറ്റിയിട്ട് അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനിത് പറഞ്ഞപ്പോഴും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതാണ് നമ്മുടെ മാരാർജി. കഴിഞ്ഞ ദിവസം മറ്റേ മീഡിയാസിന് മുന്നിൽ പറഞ്ഞ പോലെ ഒരു നിശബ്ദ വിപ്ലവമായിരിക്കും നടക്കുന്നത്. ഒരു ഈച്ച കുഞ്ഞു പോലും അറിയൂല. കാര്യം എന്താ, അങ്ങനെ ഒരു വിപ്ലവം നടക്കാൻ പോലില്ല. അതുപോലെ തന്നെ ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് ഞാൻ ഉല്ലാസ് പന്തളത്തിന് ഒരു 10,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. അതാണ് മാരാർജി. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നെ അറിയാവുന്നിടത്ത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇവറ്റോൾക്ക് ഇതിനുള്ള ബുദ്ധി ഉള്ളടേ. ഇനി ഇത് കഴിഞ്ഞിട്ട് മാരാർജി LPGനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഗ്യാസ് എല്ലാവർക്കും വേണമെന്ന് പറയുന്നത്, വിറകൊടിച്ചുകൊണ്ട് വന്ന് കാട്ടിൽ പോയി വിറകൊടിച്ചുകൊണ്ട് വരാൻ വേണ്ടി കാട്ടിൽ പോകുന്ന ഒരു സ്ത്രീക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പോലും പറ്റത്തില്ല. വല്ല പുലി പിടിച്ചോ മറ്റെന്തെങ്കിലും പരിക്ക് പറ്റോ, ചിലപ്പോൾ അത് വഴി വീണ് കിടക്കും. അപ്പോൾ ആ സ്ത്രീക്ക് ഇനി വീട്ടിൽ ഗ്യാസ് കൊടുക്കണം. ഇതൊക്കെയാണ് നരേന്ദ്രമോദി ആദ്യം പറഞ്ഞത്. അല്ലാതെ ഈ ലോകത്തെ എടുത്ത് മലമറിക്കുന്ന വികസനങ്ങൾ ഇവിടെ ചെയ്യുമെന്നല്ല. അപ്പം അത് പറഞ്ഞ പ്രധാനമന്ത്രി അത് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ കിടന്ന് പരിഹസിക്കുക. പെട്രോളിന് വില കൂടിയെന്ന്. എന്തോ യവന്റെ ആവശ്യം എന്തോ? യവൻ 250 cc ബൈക്ക് എടുത്ത് വെച്ചിട്ട് ഇവന് 35 മൈലേജേ ഉള്ളൂ. ഇവന്റെ കയ്യിൽ കാശ്. അവനെന്നാലും 1 രൂപ 2 രൂപ പെട്രോളിന് കൂടിയപ്പോഴത്തേക്ക് ഇവന് കുഴപ്പം. നല്ലൊരു പയ്യനായിരുന്നു. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. ഇങ്ങേർക്ക് അറിയത്തില്ലേ ഈ പെട്രോളിന്റെ വില കൂടുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ അവശ്യ സാധനങ്ങളുടെ എല്ലാം വില കൂടുന്നതെന്നുള്ളത്. ഈ വിലക്കയറ്റമൊക്കെ ഉണ്ടാവുന്ന എങ്ങനെയാണ്? ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടുന്ന എന്തൊരു സാധനമാണ് ഇത്. മറ്റേ ഈ ടെലിപ്പോർട്ടേഷൻ വഴി അവിടുന്ന് എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ചിട്ട പോലെ പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി വീഴുമല്ല.
വണ്ടിയിൽ ഈ സാധനങ്ങളൊക്കെ കയറ്റി ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് വരണ്ടേ? അപ്പം അതിന് പെട്രോൾ വേണ്ടേ, ഇന്ധനം വേണ്ടേ? അപ്പം ഇന്ധനത്തിൻ്റെ വില കൂടുമ്പോൾ ഈ ജംഗമ സാമഗ്രികളുടെയും വില കൂടൂലേ? അല്ലാതെ ആരെങ്കിലും ചിരിച്ചു കാണിച്ചാൽ സാധനം തരൂലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ വെറ്റോൾക്ക് ഇതിലുള്ള ബുദ്ധിയേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മാരാർജിയുടെ അടുത്തൊരു സാധനം ഇന്ന് രാവിലെ മീഡിയാസിന് കൊടുത്തേക്കുന്ന ബൈറ്റാണ്, നമുക്കതൊന്ന് കാണാം. രാവിലെ ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്നു. 4 പേര് സംസാരിക്കുന്നുണ്ട്. അഖിൽ കൊള്ളാമല്ലോ, ആ പയ്യന് നമുക്ക് ഒരു വോട്ട് കൊടുക്കാം. ആ ചർച്ച ഈ ഫോണിൽ എവിടെ അതെ, 4 പേര് എവിടെയോ നിന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജി. 4 പേർ അല്ല ജി, ഈ 4 പേര് എവിടെ നിന്ന് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഈ 4 പേരുടെ വോട്ട് കിട്ടിയാൽ ജി ജയിക്കുവോ? പിന്നെ ജിക്ക് ചിലപ്പോൾ തെറ്റിപ്പോയതാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഈ പുറകെ 4 പേര് വല്ലോ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ കൂടെ ആയാലും വന്നപ്പോഴത്തേക്കിന് മാരടാ എന്നിങ്ങനെ 4 പേര് അടിക്കടിക്ക് പറഞ്ഞപ്പോഴത്തേക്കിന് ഇത് സൈഡിൽ നിന്ന് കണ്ടോണ്ടിരുന്ന ജി വിചാരിച്ചു മാരാർ എന്ന് ജി ചിലപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ചതാണോ അല്ലല്ലോ അല്ലേ, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ വിചാരിച്ചിട്ട് നിശബ്ദ വിപ്ലവം നടത്താൻ പോകുന്ന വ്യക്തിയാണ്. ഇനി നമ്മുടെ രമേശ് പിഷാരടിനെ പറ്റിയിട്ട് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. രമേശ് പിഷാരടി പറഞ്ഞു, അഖിൽ മാരാർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതിന് മറുപടി ഒന്നും പറയണ്ട, ഒരു 6-7 ദിവസം നോക്കണം. 1.5 കൊല്ലം കഴിഞ്ഞു അതേ അഭിപ്രായമാണെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞാൽ അസാധ്യ തഗ്ഗായി പോയില്ലേ? അതൊരു തഗ്ഗൊന്നുമല്ല. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഇപ്പം ഭയങ്കര പേടിയായി തുടങ്ങി. കാരണം അവിടെ ചെന്ന് പെട്ടതോടുകൂടി ഒന്നാമത് അവിടെ കോൺഗ്രസിൽ കുറേ പിള്ളേരുകൾ വന്നു, കുറേ പ്രശ്നങ്ങൾ. എനിക്ക് ഈ കോൺഗ്രസിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ അത്രയേറെ ആത്മബന്ധമുള്ള ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്, കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇവരുടെയൊക്കെ വേദന കേൾക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ പിഷാരടിക്കെതിരെ പറയാൻ 2 കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്ന് പറയുന്നത് ഈ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒരിക്കലും പറയുകയായിരുന്നില്ല, മറിച്ച് അഖിൽമാരാരുടെ സ്ഥാനാർത്ഥിത്വം മോശമാവുകയും അല്ലെങ്കിൽ 2020 മറ്റ് സിനിമാക്കാരുടെ സ്ഥാനാർത്ഥിത്വം മോശമാവുകയും രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം മഹത്വപൂർണ്ണമാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആ കാര്യകാരണങ്ങൾ ഞാൻ വിശദീകരിക്കുകയായിരുന്നു. മറ്റേത് അലറൽ വീരനാണെങ്കിൽ ഇത് ഉരുളൽ വീരനാണ്. രമേശ് പിഷാരടിക്ക് പേടിയായതുകൊണ്ട് മാത്രം പറഞ്ഞാണ് കേട്ടോ, പേടിച്ചിട്ട് പറഞ്ഞാണ് കേട്ടോ, അല്ലാതെ നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ അല്ലേ ജിയുടെ നിലപാടിനെ പറ്റിയിട്ട്. എന്റെ പൊന്നോ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ അവിടെ മത്സരിക്കേണ്ടത്? രമേശ് പിഷാരടിയോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ 2020 വേണ്ടി പ്രവർത്തിച്ചിട്ടല്ലോ അഖിൽ മാരാർ ഇവിടെ കാൻഡിഡേറ്റ് ആയത്? 2020 എനിക്ക് വരെ മറ്റൊരാളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് എനിക്ക് കുഴപ്പമില്ല. ഞാൻ കോൺഗ്രസ് അതല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ എനിക്ക് സീറ്റ് വന്നപ്പോൾ ഞാൻ അന്നേ ഫേസ്ബുക്കിൽ എഴുതി, കഴിഞ്ഞ 10 വർഷം കൊണ്ട് പാർട്ടിക്ക് കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ പരിഗണിക്കൂ. BJP ഞാൻ എന്താക്കി പോകാഞ്ഞത്? എനിക്ക് BJP പോകുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല. അവിടെ ഞാൻ പറഞ്ഞത് നേതാക്കന്മാരിൽ സമ്പന്നരാണ് ഇവിടെ എല്ലാം. അവിടെ അഖിൽമാരുടെ സ്പേസ് ഇല്ല. 2020 വളരാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അഖിൽമാരെ വളരാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സ്പേസ് പിടിച്ചിരുന്ന അഖിൽമാരുടെ ആ സ്ട്രാറ്റജി അതല്ല, അത് ഞാൻ റിയാലിറ്റി പറയുന്നതാണ്. ഇപ്പോൾ 2020 എനിക്കും വളരാൻ. ജി കള്ളം പറയല്ലേ ജിക്ക് കോൺഗ്രസ് സീറ്റ് കിട്ടാത്തോണ്ടല്ലേ ജി നിങ്ങൾ നേരെ 2020 പോയത്? ആരോ ക്രിക്കറ്റ് കളിക്കാനാണെന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി നോക്കുമ്പോൾ അവിടെ ഒരു പാർട്ടിയിൽ സ്ഥാനം തരാന്ന് പറഞ്ഞ് കസേര കയറിയും ഇരുന്നു. എന്നാൽ പിന്നെ ഞാൻ ഇലക്ഷന് നിൽക്കാന്ന് പറഞ്ഞു. ജി അപ്പുറത്ത് സീറ്റ് തരാത്തോണ്ട് നിങ്ങൾ ഇപ്പുറത്ത് കയറി ചാടി, അതല്ലേ ജി സത്യം? എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഉരുളൽ വീരനാണെന്ന്. ഇതേ അഭിപ്രായം ആയിരിക്കും, അപ്പോൾ ഇതേ സ്പേസിലായിരിക്കും എല്ലാ കാലത്തും എന്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് മാറാതിരിക്കുകയും ചെയ്യാം. കാര്യം അത് കണ്ടീഷൻ ബേസ് ചെയ്ത് വരും. അഭിപ്രായങ്ങളുണ്ടല്ലോ എങ്ങനെ എവിടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്താ ഞാൻ അങ്ങനെ അതൊരു ചോദ്യം, അത്തരത്തിലുള്ള ചോദ്യമേ ശരിയല്ല. ഇപ്പം ഞാൻ 2020 പ്രതിനിധാനം ചെയ്ത് മത്സരിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് 2020 പോലത്തെ മുമ്പായിരുന്നെങ്കിൽ ആം ആദ്മി പോലത്തെ കാഴ്ചപ്പാടുകളൊക്കെ ജനങ്ങൾ, അതായത് ഒരുപക്ഷെ മാധ്യമങ്ങൾ അതിനെ രാഷ്ട്രീയവാദം എന്ന് പറയും, പക്ഷേ ആ രാഷ്ട്രീയവാദത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൂന്നാമതൊരു സ്പേസ് കൂടി വരണം. കാര്യം അങ്ങനെ ഒരു നമ്മളെപ്പോഴും പറയും നിഷ്പക്ഷ ജനതയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത്. ഈ നിഷ്പക്ഷർക്ക് കൂടി ചേരാനുള്ള സ്പേസ് ഇല്ലേ? നിഷ്പക്ഷർ എല്ലാവരും കൂടെ ചേരട്ടെ, നാലാമതൊരു പൊളിറ്റിക്കൽ ആശയം കൂടി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടട്ടെ. അവിടെ അഖിൽമാരാർ സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഞാൻ ആലോചിക്കുന്നതല്ലേ, ഇപ്പം ജീനെ വിശ്വസിച്ചിട്ട് വീട്ടിൽ നിന്ന് വോട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. കിട്ടും അതിനൊരു സാധനം ഉണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. അപ്പം വീട്ടിൽ നിന്നെങ്കിലും ഒരു 1-2 വോട്ടൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ജി മുന്നോട്ട് കയറി വരുന്നു, ഇങ്ങനെ ഇലക്ഷന് നിൽക്കുന്നു. അഥവാ ജയിച്ചെന്ന് തന്നെ വിചാരിക്കുക. അടുത്തൊരു 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഈ NDA ഒക്കെ വിശ്വസിച്ച് ഈ വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജി ഈ പാർട്ടി തന്നെ നിൽക്കും, 2020 നിൽക്കും എന്നൊക്കെ വിചാരിച്ച് ഇന്ന് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ ജി താണ്ടെ കോൺഗ്രസിൻ്റെ ഇതിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അടുത്തൊരു പാർട്ടി, അല്ലെങ്കിൽ 4ാമത് പുതിയൊരു പാർട്ടി തുടങ്ങിയിട്ട് അതിനകത്ത് കയറി നിൽക്കുന്നു. നോക്കുമ്പോൾ ഇപ്പോൾ ഈ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ന് വോട്ട് ചെയ്തേക്കുന്ന ആൾക്കാരൊക്കെ ആരായി? ഇത് ജി എന്ത് ഇത് തമാശ കളിക്കണ? നിങ്ങൾ ചുമ്മാ ബിഗ് ബോസിൽ കൂട്ടി ഇലക്ഷൻ ഇറങ്ങിയിട്ട് ഇമ്മ ഒരു വർത്താനം പറയല്ലേ ജി? ഒന്നാമത്തെ നിലപാടുകളുടെ രാജ്കുമാറാണ് നിങ്ങൾ. എന്റെ പൊന്നോ, ഇനിയും റോഡിൽ ഇറങ്ങിയിട്ടുള്ള ജിയുടെ കുറച്ച് പരിപാടി കാണാം നമുക്ക്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാഗർ പണി സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു, തുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു, തൃക്കാക്കരയിലെ കോട്ടയോ ഏത് കോട്ട, എവിടുത്തെ കോട്ട, എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട പ്രവർത്തകരെ, പ്രിയപ്പെട്ട BJP-ക്കാരെ, പ്രിയപ്പെട്ട 2020-ക്കാരെ, പ്രിയപ്പെട്ട BDJS-കാരെ, എനിക്കൊപ്പം അണിനിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദിയും സ്നേഹവും എല്ലാം അറിയിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ഇവിടെ മുതൽ ആരംഭിക്കുകയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഭാഗ്യം അഴിച്ചില്ലടേ.
ഇല്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ ഇച്ചിച്ചി വീഡിയോ ആയിപ്പോയിട്ട് നിങ്ങൾക്ക് കണ്ണ് പൊത്തേണ്ടി വന്നേനെ. കാര്യം നോർത്തിൽ നിന്ന് കുറേ തുണി എടുക്കാത്ത കുറേ ആൾക്കാർ വന്നിട്ട് നമ്മളെ കുറേ ഇച്ചിച്ചി വീഡിയോ കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ ബ്ലറൊക്കെ ചെയ്തിട്ടാണ് വീഡിയോസ് കാണിക്കുന്നത്. നമ്മളെ അത്രക്കാർ നെഹീഹേ അല്ലേ? ഭാഗ്യം ജി മുണ്ടയിച്ചില്ല. എന്തായാലും പണിസിമേലെ മാസടാ, ജി എന്ന് പറഞ്ഞാൽ മാസാടാ, അത്രേ ഉള്ളൂ. കോൺഗ്രസ്സുകാർ പറഞ്ഞു അഖിൽ അവിടെ പോകരുത്, അതൊരു പൊളിറ്റിക്കൽ സൂയിസൈഡാണ്, രാഷ്ട്രീയ ആത്മഹത്യയാണ്. തൃക്കാക്കര കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ്. ഞാൻ അവരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, വരാൻ പോകുന്ന മെയ് 4-ാം തീയതി ഈ കോട്ടകളെല്ലാം പൊളിയും. ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു ഒരു കാലത്ത്. ആ കോട്ടകളെല്ലാം പൊളിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ആ കോട്ടകളെല്ലാം പൊളിച്ച മുന്നണിയുടെ പേര് എൻഡിഎ എന്നാണ്. അതെ, നമ്മുടെ ജി പറഞ്ഞ പോലെ ആത്മഹത്യക്ക് തുല്യ എന്നൊക്കെയാണ് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് ആര് ജി അങ്ങനെ പറഞ്ഞത്? നമുക്ക് അതുകൂടെ ഒന്ന് നോക്കിയാലോ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, BJPയുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത്. ഭീകരമായ വിഭാഗീയത. അപ്പോൾ അതായത് ഇപ്പം BJPക്കാർ പോയിട്ട് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുമെന്നോ അവരെ കൊല്ലുമെന്നോ എന്നുള്ളതൊന്നുമല്ല. പക്ഷെ രണ്ട് പേർ തമ്മിൽ കാണുമ്പോൾ സംശയത്തിൻ്റെ കണ്ണോട് കൂടിയിട്ട് നോക്കാൻ തുടങ്ങും. ഇവിടെ ഒരു അഖിൽമാരാരും ഒരു മുഹമ്മദ് ഷഫീഖും കൂടെ തമ്മിൽ കണ്ടാൽ പരസ്പരം കൈ കൊടുക്കുമ്പോൾ പേര് പറഞ്ഞു കഴിയുമ്പോൾ ശരിടാ കാണാം എന്ന് തോന്നിപ്പിക്കത്ത കാലം യവൻ സുഡാപ്പിയാണോ, മറ്റേ സംശയം യവൻ സംഖ്യയാണോ, കുറിയിട്ടിട്ടുണ്ടല്ലോ, യവന്റെ നെറ്റി തഴമ്പുണ്ടല്ലോ, ഇവ താടി വളർത്തിയിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചത് BJP ആണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ ജിയുടെ ഒരു കാര്യം. അത് പോവായിരുന്നു കൊച്ചു കള്ളൻ. ഇനി ഇത് കഴിഞ്ഞിട്ട് ജിക്ക് വേണ്ടിയിട്ട് ജിയുടെ സഹധർമ്മിണി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് കാണാം. നമ്മുടെ കൊച്ചു ജയിച്ചു വരട്ടെ. അവിടുന്ന് ഏതോ ഒരു വിവരം കേട്ട രമ്മച്ചി മക്കളെ പ്രാർത്ഥിച്ച് വിട് എന്ന് പറഞ്ഞ്. പിന്നെ അത് ഗാന്ധിജിയുടെ പ്രതിമയാടേ, ദൈവത്തിന്റെ പ്രതിമയല്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അതും കേട്ടുകൊണ്ട് ഭഗവാനെ ഈശ്വരാ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പോയേക്കുന്നത്. നിങ്ങൾ പോ അവിടുന്ന്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ, ബാലകൃഷ്ണൻ പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് പിന്തുണച്ചേക്കുന്ന വ്യക്തിയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ. ഇയാരെ കുറിച്ചിട്ട് മറ്റേ പത്രിക സമർപ്പിക്കാൻ പോയതിനെ കോൺഗ്രസിൽ നിന്ന് കിട്ടിയേക്ക് നിങ്ങൾക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട്. പിന്നീട് തിരിച്ചു പറഞ്ഞേക്കുന്ന അത് കുറെ വലിയ വിഷയമാണ്. എനിക്ക് ഇനി അതിനകത്തോട്ട് പോകാൻ വയ്യ. നമുക്ക് ഇതിന്റെ ഫൺ സൈഡിലോട്ട് പോകാം സുഹൃത്തുക്കളെ, നമുക്ക് കാണാം. എന്തോന്നേ രാജാക്കന്മാർ എഴുന്നള്ളുന്ന എന്നാ പിന്നെ ഒരു കിരീടവും ചെങ്കോലും കൂടെ പിടിച്ചു കൊടുക്കാത്ത എന്ത്? നമ്മുടെ റോബിൻ രാധാകൃഷ്ണന്റെ വാള് എന്ത് നടന്ന പോലെ അങ്ങനെ നടക്കല്ലായിരുന്നു? പട്ടാപ്പകൽ ഒരു സ്ത്രീയുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം. അവിടെ പച്ച സാരി എടുത്തൊരു ചേച്ചി പോകുന്നുണ്ടില്ലേ, അവരുടെ മുന്നിൽ കൂടാണ് തുണി കൊടുക്കാതെ ഒരു അഘോരി വന്ന് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ BJP സ്വപ്നം കണ്ട കേരളം. ഇനി ഇതുപോലെ കുറെ എണ്ണങ്ങൾ തുണിയില്ല നടക്കും. പക്ഷെ ദീപിക പദകോൺ മറ്റേ കാവിക്കളറി ബിക്കിനി ഇട്ട നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തെ തേജവധം ചെയ്യുന്നതിന് തുല്യമാണ്. സനാതന ധർമ്മം അത് നശിക്കും, ഇല്ലാണ്ടാവും. പക്ഷെ ഇതാവാം. മറ്റേ ആശാൻ അടുപ്പിലും എന്നൊക്കെ പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് നിങ്ങളെ വിശ്വസിച്ചിട്ടില്ലേ? തനിക്കൊരു ജെട്ടിട്ടുണ്ടോ? എന്തുവാ ലിംഗേശ്വര സ്വാമികളെ കണ്ടേ ഒന്ന് വണങ്ങിയിട്ട് പോവാന്ന് വെച്ചു. അതെന്തുവാ കാണിച്ചേ? എന്നെ അനുഗ്രഹിക്കണം. നിങ്ങൾ എവിടെ തൊട്ട് എഴുതേ? ചന്ദ്രശേഖർജി, നിങ്ങൾ എങ്ങടാ നോക്കണേ? BJP जिंदाबाद, BJP जिंदाबाद.
बीजेपी जिंदाबाद रहेगी, ये मेरा आशीर्वाद है। और तीसरा वरदान ही देकर के जाता हूँ, आपसे आज तो बच्चों के लिए प्राप्त होगा। ഞാൻ പറഞ്ഞില്ലേ ജിയുടെ നോട്ടം ശരിയല്ല. മാത്രമല്ല ഈ സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഇതുപോലെ എന്തിനാണ് ഒരു ഫ്ലവർ വൈസ് എപ്പോഴും വെക്കുന്നത് എന്നുള്ളൊരു ഡയറക്ടർ ബിൽസ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഏത് നിമിഷമാണ് അത്യാവശ്യം വരിക എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കാര്യം ഈ പൂക്കൾ കൊണ്ട് ബ്ലർ എഫക്റ്റ് ഇടേണ്ടി വന്നില്ല, സൂപ്പറായിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോക്ടർ ജിയിലോട്ട് പോവാം. ഇൻ കേസ് നമ്മുടെ കുണ്ട്രയിൽ ഈ ഒരു ഇലക്ഷനിൽ NDA കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്ര മോദിനെ കുണ്ട്രയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, സോ പലരും ഡൗട്ട് ഉണ്ടാവും കുണ്ട്രയിൽ വരുമെന്നുള്ളത്. ഉറപ്പായിട്ടും കൊണ്ടുവരും. വിജയിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനകത്ത് കൊണ്ടുവരും. നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യിപ്പിക്കും, പ്രശ്നങ്ങൾ കേൾക്കും, പരിഹരിക്കാനുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്യും. ഇത് ഞാൻ നോമിനേഷൻ കൊടുത്ത ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കൊടുക്കുന്ന ഒരു വാക്കാണ്. ഞാൻ പറഞ്ഞിട്ട് ഡോക്ടർ ജീനെ നിങ്ങൾ അവിടെ ജയിപ്പിക്കണം കുണ്ട്രയിൽ, എന്നിട്ട് കുണ്ട്രക്കാരെ അനുഭവിക്കണം. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരണം. ഇപ്പൊ തൃശ്ശൂർക്കാർ കടന്ന് അനുഭവിക്കുന്നത് അതുപോലെ കുണ്ട്രക്കാർക്ക് ഇത് അത് അനുഭവിക്കണം അവര്. ഈ അടുത്തൊരു സാധനത്തിലോട്ട് പോവാം. പുലിമുരുകൻ കണ്ടിട്ടുണ്ടോ? ദൃശ്യം കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ? അത് ജീവിതത്തിൽ ചതിക്കൂല, ജീവിതത്തിൽ ചതിക്കൂല. അത് ജിത്തു ജോസഫ് സാറിന്റെ സ്ക്രിപ്റ്റ് ആണ്. ഒരു മിനിറ്റ് ഒപ്പത്തില് ലാലേട്ട അനിത്യ ആ ചങ്ക വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും ത്രികോണത്തിലും നിർത്തി ഊക്കിക്കൊണ്ടിരിക്കുക. സഹതാപം തോന്നുന്നുണ്ട് ട്ടാ. കഷ്ടമുണ്ടേ. ഞാൻ ദൃശ്യത്തിൽ അഭിനയിച്ചാണേ, സിനിമയിൽ മാത്രമേ ഉള്ളൂ ചതി, റിയൽ ലൈഫിൽ ചതിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗതികെട്ട് പോയി വോട്ട് ചോദിക്കാന്ന് പറയുമ്പോഴത്തേക്കിന് എന്നെ അറിയാവുന്നവരടുത്ത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇവറ്റോൾക്ക് ഇതിനുള്ള ബുദ്ധി ഓൾറെഡി. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.